ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വായനാ വിപ്ലവം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് 10 ദിവസത്തെ വിജ്ഞാനോത്സവത്തിന് കോഴിക്കോട് വേദിയാകുന്നു. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമം, വിദ്യാഭ്യാസം, ആധ്യാത്മികം തുടങ്ങി വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടാണ് രാജ്യാന്തര പുസ്തകോത്സവം നടക്കുന്നത്. സ്വദേശത്തും വിദേശത്തുമുള്ള പ്രസാധകരാണ് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വെള്ളാപ്പള്ളിയുടെ അന്ധമായ ന്യൂനപക്ഷ വിരോധത്തെ ശക്തമായി എതിർക്കുമെന്ന് MES പ്രസിഡന്റ് PA ഫസൽ ഗഫൂർ. മുന്നോക്കത്തിൽ പിന്നോക്കക്കാർക്കുള്ള സംവരണ കാര്യത്തിൽ വെള്ളാപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ഫസൽ ഗഫൂർ. ലഭ്യമാകുന്ന ജലം ഉപയോഗപ്രദമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ N പ്രശാന്ത്. ജലസുരക്ഷ പൊതുപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തിൽ കോഴിക്കോട് സെമിനാർ നടന്നു. മലയാള ഭാഷയുടെ പ്രചാരണമില്ലാത്തതുകൊണ്ടാണ് മലയാള പുസ്തകങ്ങളുടെ വായന കുറഞ്ഞതെന്ന് കശ്യപ വേദാശ്രമം ആചാര്യൻ MR രാജേഷ്. രാജ്യാന്തര പുസ്തകോത്സവത്തിന് കോഴിക്കോട് തുടക്കം. വാർത്തകൾ വിശദമായി. വെള്ളാപ്പള്ളിയുടെ അന്ധമായ ന്യൂനപക്ഷ വിരോധത്തെ ശക്തമായി എതിർക്കുമെന്ന് MES പ്രസിഡന്റ് PA ഫസൽ ഗഫൂർ. മുന്നോക്കത്തിൽ പിന്നോക്കക്കാർക്കുള്ള സംവരണ കാര്യത്തിൽ വെള്ളാപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ഫസൽ ഗഫൂർ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതെല്ലാം നല്ല കാര്യം തന്നെ. എല്ലാവരും മതനിരപേക്ഷമായിട്ടുള്ള ഒരു പാർട്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ചേരാം. പക്ഷെ അന്ധമായിട്ടുള്ള ന്യൂനപക്ഷ വിരോധമാണ് ആ പാർട്ടിയുടെ അടിസ്ഥാനമെങ്കിൽ അതിനെ എതിർത്തേ പറ്റും. രാഷ്ട്രീയ അധികാരമോഹം തലയ്ക്ക് പിടിച്ച വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ പ്രീണന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും നിരർത്ഥകവുമാണെന്ന് MES പ്രസിഡന്റ് PA ഫസൽ ഗഫൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ മുന്നോക്കത്തിൽ പിന്നാക്കക്കാരായവർക്ക് എയ്ഡഡ് കോളേജുകളിലെ PG കോഴ്സുകളിൽ സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ സംവരണ സമുദായ മുന്നണിയെ ശക്തിപ്പെടുത്തി സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം നടത്തിയത് വെള്ളാപ്പള്ളി ചെയർമാനും താൻ ജനറൽ കൺവീനറുമായ കമ്മിറ്റിയായിരുന്നുവെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. അതേമാതിരി തന്നെ വളരെ മുഖ്യമായ ഒരു കാര്യം വെള്ളാപ്പള്ളിയോട് ചോദിക്കാനുള്ളത് ഈ വിഷയത്തിൽ മുന്നോക്ക സമുദായ സംവരണത്തിന്റെ കാര്യത്തിൽ, മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന സമുദായ സംവരണത്തിന്റെ കാര്യത്തിൽ എന്താണ് SNDPയുടെ നിലപാട്? ഇന്ന് രാഷ്ട്രീയ ലാഭക്കച്ചവടത്തിനായി പിന്നോക്കക്കാരനെ മറന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ തയ്യാറായ വെള്ളാപ്പള്ളി ഇതിന് മറുപടി പറയണമെന്നും ഫസൽ ഗഫൂർ ആവശ്യപ്പെട്ടു. MES സ്ഥാപനങ്ങളിൽ 40% ജീവനക്കാർ മറ്റു സമുദായക്കാരാണ്. എല്ലാവർക്കും അവസരം നൽകി മതേതരത്വം സംരക്ഷിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വാർത്താസമ്മേളനത്തിനെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. ലഭ്യമാകുന്ന ജലം ഉപയോഗപ്രദമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ N പ്രശാന്ത്. CWRDMന്റെ നേതൃത്വത്തിൽ ജലസുരക്ഷ പൊതുപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CWRDMന്റെ നേതൃത്വത്തിൽ ജലസുരക്ഷ പൊതുപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഹോട്ടൽ ഡി ഗ്രാൻഡ് മലബാറിൽ നടന്ന പരിപാടി കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ലഭ്യമാകുന്ന ജലം ഉപയോഗപ്രദമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ജലത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ ഇന്ന് വെറും ചടങ്ങുകൾ മാത്രമാണ്. ഇതിനു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ മേഖലയിലെ പഠനങ്ങൾ പുസ്തകത്തിലൊതുക്കാതെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും കളക്ടർ പറഞ്ഞു. അതിലൂടെ നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന പൂർണ്ണമായ ബോധ്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നുള്ള പറയുന്നത്. ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു ലൈവ്ലിഹുഡായിട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്ക് ഒരു വരുമാന മാർഗമായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നത് ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ടാകുന്നതിലൂടെ കൂടെ തന്നെ സെക്രട്ടറി പറഞ്ഞതിന്റെ ഒരു സാധ്യത ഉണ്ടാവും.
CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NB നരസിംഹ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പരിശീലനം ലഭിച്ച യുവതീ യുവാക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പ്രമുഖ സയന്റിസ്റ്റും CWRDM ട്രെയിനിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഡിവിഷൻ ഹെഡുമായ ഡോക്ടർ കമലം ജോസഫ്, സയന്റിസ്റ്റായ ബാബു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം നടന്ന ടെക്നിക്കൽ സെഷനിൽ ജലസുരക്ഷ പൊതുപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തിൽ CWRDM പരിശീലന വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ കമലം ജോസഫ്, നൈപുണ്യ വികസനം പൊതുനന്മയ്ക്ക് എന്ന വിഷയത്തിൽ അസാബ് ജില്ലാ ഓഫീസർ വിനയ രാമചന്ദ്രൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തെരുവുനായകളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള പ്രമുഖർ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നതെന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ. തെരുവുനായ ശല്യത്തിനെതിരെ മരത്തിൽ കയറാൻ അറിയാത്തവരുടെ കൂട്ടായ്മ എന്ന പേരിൽ സംഘടിപ്പിച്ച കാർട്ടൂൺ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരുവുനായ ശല്യത്തിനെതിരെ ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ശ്രദ്ധയാകർഷിക്കുന്നതിനു വേണ്ടി മരത്തിൽ കയറാൻ അറിയാത്തവരുടെ കൂട്ടായ്മ എന്ന പേരിൽ കാർട്ടൂൺ പ്രദർശനം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ശല്യം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രമണങ്ങൾ പെരുകുമ്പോഴും രഞ്ജിനി ഹരിദാസിനെ പോലുള്ള പ്രമുഖർ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ നമ്മുടെ കേന്ദ്ര മന്ത്രി മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായിട്ട് ഈ വന്യമൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ തെരുവുനായ്ക്കൾക്കോ വേണ്ടിയാണ് രംഗത്തുള്ളത്. മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ഈ കലാകാരികൾ പോലും ഇത്തരത്തിൽ, അതായത് തെരുവുനായ്ക്കളെ സംരക്ഷിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ സാധാരണക്കാരനെ കുറിച്ച് ആരും ചതിപ്പാതകളാകുന്ന നടപ്പാതകൾ, നടപ്പാതയിലെ മനുഷ്യക്കുരുതിക്ക് 1 വർഷം, തിരമാലയ്ക്കുള്ളിൽ മറഞ്ഞുപോയവർക്ക് തുടങ്ങിയ ആനുകാലിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതിനു മുൻപും സാമൂഹിക രംഗത്ത് നിറഞ്ഞുനിന്ന പ്രജി CP ആണ് കാർട്ടൂൺ ചിത്ര പ്രദർശനം നടത്തുന്നത്. തെരുവുനായകളുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് ദിനംപ്രതി പരിക്കേൽക്കുന്നത്. മനുഷ്യർ തന്നെ വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് തെരുവുനായ്ക്കളുടെ വർധനവിന് കാരണം. മനുഷ്യന് ഭീഷണിയായി മാറിയ തെരുവുനായ്ക്കൾക്കെതിരെ ഭരണകൂടവും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെയും അധികാരികളുടെയും കണ്ണു തുറപ്പിക്കാൻ ഇത്തരത്തിൽ പ്രദർശനം നടത്തുന്നത്. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. MP രജുൽകുമാർ, മാതൃഭൂമി കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാർ, പൂനൂർ K കരുണാകരൻ, CP പ്രജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള നദ്വത്തുൽ യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ വാർഷിക സമ്മേളനം ഒക്ടോബർ 11-ന് കുറ്റ്യാടിയിൽ സലഫി നഗറിൽ നടക്കും. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള 1000 സെന്ററുകളിൽ നിന്നായി 1/4 ലക്ഷത്തോളം ഖുർആൻ പഠിതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കും. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ വാർഷിക സമ്മേളനം ഒക്ടോബർ 11 ഞായറാഴ്ച കുറ്റ്യാടി സലഫി നഗറിൽ നടക്കും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 1000 സെന്ററുകളിൽ നിന്നായി 1/4 ലക്ഷത്തോളം ഖുർആൻ പഠിതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കും. IS, അൽ-ഖയ്ദ, ബൊക്കോ ഹറാം തുടങ്ങിയ തീവ്രവാദ സംഘങ്ങൾ നടത്തുന്ന അപനിർമ്മിതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി മുജാഹിദ് പ്രസ്ഥാനം നടത്തിവരുന്ന പ്രചരണത്തിന്റെ ശക്തമായ പ്രഖ്യാപനമാവും സമ്മേളനമെന്നും നേതാക്കൾ അറിയിച്ചു. ഇന്ന വിശ്വാസം, ദൈവേതര ശക്തികളോടുള്ള പ്രാർത്ഥന, അത് മനുഷ്യനെ പഴപ്പിക്കുന്നതും കൊടിയ പാപവുമാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ അടിത്തറന്നെ. അത് ബഹുസ്വരത ഇവരങ്ങനെയല്ല. IS നിങ്ങൾ പറയുന്ന അങ്ങനെയല്ല. IS എന്ന് പറഞ്ഞാൽ ബഹുസ്വരത ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഉദ്ഘാടന സമ്മേളനം, ഖുർആൻ സദസ്, ഹദീസ് സംഗമം, മതേതര സമ്മേളനം, വനിതാ സംഗമം, പൊതുസമ്മേളനം എന്നീ സെഷനുകളിൽ മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ഖുർആനിന്റെ മാനവികത, ഖുർആനിന്റെ ഭാഷാ സൗന്ദര്യം, പ്രവാചക വചനങ്ങളുടെ മൌലികത, മുഹമ്മദ് നബിയിലെ പെൺവിമോചകൻ എന്നീ തലക്കെട്ടുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഓൾ ഇന്ത്യ അഹ്ലെ ഹദീസ് നയീഫ് മൌലാന അബ്ദുൾ സക്കീൽ പർവേസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഇനി സംഗീതവും ആസ്വദിക്കാം. സ്റ്റേഷനിൽ എത്തുന്നവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിലെ പിരിമുറുക്കം ഒഴിവാക്കാനുമാണ് സ്റ്റേഷനിൽ ഇത്തരമൊരു പുതിയ പദ്ധതി നടപ്പിലാക്കിയത്. CI R ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഗീതം നല്ല ഔഷധമാണ്. ഇത് ആസ്വദിക്കാത്തവരായി ആരുമില്ല. പക്ഷിമൃഗാദികൾ പോലും ഇത് ആസ്വദിക്കുന്നുണ്ട്. ദിവസവും നിരവധി പേർ എത്താറുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും മാനസികമായി വേവലാതിപ്പെടുന്നവർ നിരവധിയാണ്. നീണ്ട കാത്തിരിപ്പിനിടയാവുന്ന സാഹചര്യവും ഉണ്ടാവുന്നത് പതിവ് കാഴ്ചയാണ്. ഇതു ലഘൂകരിക്കാനായാണ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു പരിപാടി നടപ്പിലാക്കിയത്. താഴത്തെ നിലയിലായി സജ്ജീകരിച്ച മ്യൂസിക് സിസ്റ്റം നല്ല പാട്ടുകൾ നൽകി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ ഇനി സ്വാഗതം ചെയ്യും. കോഴിക്കോട് റൂറലിലെ ഇത്തരം സംഗീത നിറ സ്റ്റേഷൻ ആദ്യത്തേതാണ് കൊയിലാണ്ടിയിലേത്. ഇതേക്കുറിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ R ഹരിദാസ്. അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇരിക്കേണ്ടി വരുന്ന ആളുകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന് പോലീസിനുള്ളിലുള്ള ആളുകളുടെ മാനസിക പിരിമുറുക്കം. കാലം ഒരുപാട് മാറി എങ്കിലും
മറ്റൊരു സ്ഥാപനത്തിൽ പോകുന്നത് പോലെയല്ല പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇവിടെ എത്തുന്നവർക്ക് ഇപ്പോഴും മനപ്രയാസം ഉണ്ടാകാറുണ്ട്. നീണ്ട കാത്തിരിപ്പ് കൂടിയാകുമ്പോൾ മനപ്രയാസം ഇരട്ടിക്കും. ഇത്തരം സന്ദർഭങ്ങളെ ലഘൂകരിക്കാൻ സംഗീതം ഉപകരിക്കുമെന്ന തിരിച്ചറിവിലാണ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ മ്യൂസിക് സിസ്റ്റം സ്ഥാപിച്ചത്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മലയാള ഭാഷയുടെ പ്രചാരണം ഇല്ലാത്തതുകൊണ്ടാണ് മലയാള പുസ്തകങ്ങളുടെ വായന കുറഞ്ഞതെന്ന് കശ്യപ വേദാശ്രമം ആചാര്യൻ MR രാജേഷ്. കാലിക്കറ്റ് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാജ്യാന്തര പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടംകുളം ജൂബിലി ഹാളിൽ രാജ്യാന്തര പുസ്തകോത്സവം സംഘടിപ്പിച്ചു. പുസ്തകോത്സവം കശ്യപ വേദാശ്രമത്തിലെ ആചാര്യൻ MR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയുടെ പ്രചാരണം ഇല്ലാത്തതുകൊണ്ടാണ് മലയാള പുസ്തകങ്ങളുടെ വായന കുറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാള ഭാഷ പഠിക്കാൻ ശ്രമിക്കാത്തത് കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണമാണ്. തമിഴ് പോലുള്ള മറ്റു ഭാഷകളിൽ കാണാൻ കഴിയുന്നത് ഭാഷയുടെ വളർച്ചയാണ്. എന്നാൽ മലയാളത്തിൽ ഭാഷയുടെ തടസ്സം നേരിടുന്നു. ഇത് മാറ്റുന്നതിനു വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും സമൂഹ മാധ്യമങ്ങൾ വായന എളുപ്പമാക്കിയത് പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും പുസ്തക വായന വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ വന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വന്നു, ധാരാളം സംവിധാനം. യഥാർത്ഥത്തിൽ പുസ്തക വായന കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. പുസ്തക വായന കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ രൂപത്തിൽ കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് പുസ്തക വായന കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. നമ്മൾ വിചാരിച്ച ഒരുപക്ഷെ മലയാളത്തിൽ വായന കുറഞ്ഞിരിക്കാം. കാരണം അതിന് വലിയ ഒരു കാരണമുണ്ട്. കേരളത്തിൽ ഇന്നൊരു പ്രതിസന്ധിയുണ്ട്. പക്ഷെ കേരളത്തിൽ ആ പ്രതിസന്ധിയുടെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ മലയാള ഭാഷ കൃത്യമായ രീതിയിൽ പഠിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ്. മലയാള ഭാഷയുടെ പ്രചാരം അതില്ലെങ്കിൽ ഈ പുസ്തക പ്രസാധനം ഒന്നും നടപ്പിലാവാൻ പോകുന്നില്ല. പരിപാടിയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് മാഞ്ചേരി നാരായണൻ അധ്യക്ഷത വഹിച്ചു. MP അബ്ദുസമദ് സമദാനി MLA മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം പ്രാന്തകാര്യവാഹക് P ഗോപാലകുട്ടി മാസ്റ്റർ, KG വേണുഗോപാൽ, അന്താരാഷ്ട്ര പുസ്തകോത്സവ പ്രചരണ കോർഡിനേറ്റർ സുരേഷ് പെരുവയൽ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തക പ്രചാരണ രംഗത്ത് പ്രാവീണ്യമുള്ളവരുടെ കൂട്ടായ്മയാണ് 10 ദിവസത്തെ ഈ വിജ്ഞാനോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, മാംഗ്ലൂർ തുടങ്ങി വിദേശത്തെയും സ്വദേശത്തെയും 100ഓളം വരുന്ന പ്രസാധകരാണ് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമം, സാങ്കേതികം തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുസ്തകങ്ങളും മറ്റ് ആധ്യാത്മിക, ചരിത്ര, വിജ്ഞാന ഗ്രന്ഥങ്ങളും ഈ പുസ്തകോത്സവത്തിൽ ഉണ്ടാകും. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ കലാ, സാഹിത്യം, ഭാഷ, സാംസ്കാരിക പൈതൃകം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ സെമിനാറുകളും ചർച്ചകളും നടക്കും. ഇതോടൊപ്പം വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഈ മാസം 15-ന് രാജ്യാന്തര പുസ്തകോത്സവം സമാപിക്കും. കേരളത്തിൽ ചോരത്തിളപ്പുള്ള കായിക താരങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ടുള്ള പ്രയാണത്തിന് സാമ്പത്തികം മുഖ്യ തടസ്സമാണെന്ന് KBL ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ ഭരത് സുരേഷ് ഗോപി. കോഴിക്കോട് ഇന്ത്യ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച KBL ഷട്ടിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബ്രാൻഡ് അംബാസിഡറായി ചുമതലയേറ്റ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷനും ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സ് കേരള ബാഡ്മിന്റൺ ജൂനിയർ ലീഗ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. മുഖ്യാതിഥികളെ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരിച്ചത്.
also request all these students, the team members, to please take your position accordingly in a disciplined manner. വർണ്ണപ്രഭയിൽ മലയാളത്തിന്റെ പ്രിയ നടൻ സുരേഷ് ഗോപി കേരള ബാഡ്മിന്റൺ ലീഗ് ജൂനിയേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ചുമതലയേറ്റു. ഇന്ത്യ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് താരങ്ങൾക്കൊപ്പം ഏറെ നേരം ചിലവഴിച്ചാണ് ബ്രാൻഡ് അംബാസഡർ പദവി ഏറ്റെടുക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചത്. ലോക ബാഡ്മിന്റൺ ചരിത്രത്തിലേക്ക് സ്വപ്നതുല്യമായ ഒരു കുതിച്ചുചാട്ടം. കേരളത്തിൽ ചോരത്തിളപ്പുള്ള കായിക താരങ്ങളുണ്ടെങ്കിലും മുന്നോട്ടുള്ള പ്രയാസത്തിന് സാമ്പത്തിക മുഖ്യ തടസ്സമാകുന്നതായി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. സാമൂഹിക നീതി സർക്കാരിനെ മാത്രം കടമയായി കാണാതെ എല്ലാവരും കായിക താരങ്ങളെ സഹായിക്കാൻ രംഗത്ത് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര തിളക്കത്തിലേക്കുമുള്ള ഒരു വഴിയായിരിക്കും തുറക്കപ്പെടുന്നത് എന്നുകൂടി ആശംസിച്ചുകൊണ്ട് സൈനാ നെഹ്വാളിലെത്തി നിൽക്കുന്ന ഏറ്റവും പുതിയ തിളക്കം, നവതിളക്കം, ആ തിളക്കത്തിന് കേരളത്തിൽ നിന്ന് കൂടി സംഭാവന ഉണ്ടാകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും KBL വളരെ ഗണ്യമായ ഒരു പങ്ക് വഹിക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും എന്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഈ സമ്പ്രദായത്തിൽ ഉണ്ടാകും എന്നുകൂടി അറിയിക്കുകയാണ്. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ ഭദ്രദീപം കൊളുത്തി. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. സുരേഷ് ഗോപിയെ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി A വത്സലൻ കിരീടമണിയിച്ചു. സംസ്ഥാന സെക്രട്ടറി S മുരളീധരൻ റാക്കറ്റ് സമ്മാനിച്ചു. I request Mr. S. Muralidharan to please. Breakers and Buffaloes KBR Junior 2015 അങ്ങനെ മനോഹരമായി തുടക്കം കുറിച്ചിരിക്കുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, കൌൺസിലർ P. കിഷൻ ചന്ദ് എന്നിവർ സംസാരിച്ചു. ടീം യോനക്സ്, ടീം കോസ്മോസ്, ടീം ജിടെക്, ടീം RG ഓയിൽ, ടീം ലീനിംഗ്, ടീം ടേസ്റ്റ്മേറ്റ് എന്നിവയാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. 9 വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ടീമുകളെ 2 ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ലീഗ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. മിക്സഡ് ഡബിൾസ്, സിംഗിൾസ്, ഡബിൾസ്, ഗേൾസ്, ബോയ്സ് എന്നീ അടിസ്ഥാനത്തിൽ ദിവസേന മത്സരങ്ങൾ ഉണ്ടാകും. ഫാസിസ്റ്റ് വളർച്ചയ്ക്കെതിരെയും ഭീകരവാദത്തിനെതിരെയുമുള്ള ക്യാമ്പയിനായിരിക്കണം ഈ തെരഞ്ഞെടുപ്പെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് സംഘടിപ്പിച്ച ഭീകരവിരുദ്ധ സെമിനാറിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭീകരവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ E. അഹമ്മദ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. 3-ാം മുന്നണി ഉണ്ടാക്കിയാലും 4-ാം മുന്നണി ഉണ്ടാക്കിയാലും അതിനൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം. ഫാസിസ്റ്റ് വളർച്ച അതിനെതിരായി നമ്മൾ ക്യാമ്പയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഭീകരവാദം ഒന്നിനുള്ള പരിഹാരമല്ല. IS എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്ന ആ പ്രവണത കണ്ടില്ലേ? ഇസ്ലാമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ? വർഗീയതയോ ഫാസിസോ പറയുന്നവന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടാൻ പാടില്ല. ആ ഒരു നിലപാടിൽ ഇവിടെ ആക്കി തീർക്കണം. NK പ്രേമചന്ദ്രൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. മുരുകൻ കാട്ടാക്കട, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, KPA മജീദ്, PKK ബാവ, MP അബ്ദുൾ സമദാനി MLA, മന്ത്രി MK മുനീർ, ഉമ്മർ പാണ്ഡികശാല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബേപ്പൂർ തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന BC റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ബേപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BC റോഡ് ജംഗ്ഷനിൽ ഉപരോധം സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന സമിതി അംഗം പ്രശോഭ് കോട്ടോളി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ തുറമുഖത്തേക്കുള്ള പ്രധാന ലിങ്ക് റോഡായ BC റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വീതി കൂട്ടി വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. ചെറുവണ്ണൂർ ദേശീയപാതയിലേക്ക് എളുപ്പമെത്താവുന്ന റോഡ് തകർന്ന് കുളമായി കിടക്കുകയാണ്. തുറമുഖം, മത്സ്യബന്ധന ഹാർബർ, ബീച്ച്, വിനോദസഞ്ചാര കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് അനവധി വാഹനങ്ങൾ എത്തുന്ന പാത യാത്രായോഗ്യമല്ല. വാഹനയാത്ര ദുഷ്കരമായതോടുകൂടിയാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൊട്ടിപ്പൊളിഞ്ഞ ബേപ്പൂർ ചെറുവണ്ണൂർ BC റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചു. BC റോഡ് ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം യുവമോർച്ച സംസ്ഥാന സമിതി അംഗം പ്രശോഭ് കോട്ടൂളി ഉദ്ഘാടനം ചെയ്തു. ഇത് MLA റോഡാണ്. MLA എന്ത് ചെയ്യണം? MLA നിയമസഭയിൽ കൂട്ടിയിരുന്നുകൊണ്ട് പറയണം, ഇവിടുത്തെ മന്ത്രിയോട് ഇബ്രാഹിം കുഞ്ഞിനോട് പറയണം, എനിക്ക് വീട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വഴിയിലൂടെ പോകാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്റെ ഈ റോഡ് നന്നാക്കി തരണം. അത്തരത്തിൽ പറഞ്ഞാൽ മാത്രമേ ഇപ്പോഴുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. പറഞ്ഞോ?
യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിനു പിണ്ണാണത്ത് അധ്യക്ഷം വഹിച്ചു. കെ സ്മിജിത്ത്, പി അനുരാജ്, എ രാകേഷ്, കെ ശശികുമാർ, രഗീഷ് തറയിൽ, പി ദീപക്, പി വിജിത്ത് എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പ്രകാശത്തിന്റെ ശാസ്ത്രസത്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുറേക്ക പ്രകാശോത്സവ ജാഥയ്ക്ക് BM ഗേൾസ് ഹയർ സെക്കൻഡറിയിൽ തുടക്കം. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 15 വിദ്യാർത്ഥികളാണ് കലാജാഥയിലുള്ളത്. 5 ദിവസം കൊണ്ട് ജില്ലയിലെ 12 വിദ്യാലയങ്ങളിൽ സംഘം കലാപരിപാടികൾ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര പ്രകാശ വർഷത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ പ്രകാശോത്സവ കലാജാഥ പ്രയാണം തുടങ്ങി. കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലതാരം അന്ന ഫാത്തിമ കലാജാഥ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷം വഹിച്ചു. പ്രകാശവർഷത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രൊഫസർ കെ പാപ്പുട്ടി സംസാരിച്ചു. BM സ്കൂൾ പ്രധാനാധ്യാപിക വത്സല ജോൺ സ്വാഗതവും തുടർന്ന് ശാസ്ത്ര നാടകങ്ങളും സംഗീത ശില്പങ്ങളും അവതരിപ്പിച്ചു. SR അനുവിന്ദ് ക്യാപ്റ്റനും VR ഇഷ വൈസ് ക്യാപ്റ്റനും U മൊയ്തീൻ മാനേജറുമായ ജാഥ വിവിധ സ്കൂളുകളിൽ 5 ദിവസങ്ങളിലെ പരിപാടികൾ അവതരിപ്പിക്കും. 9 നടുവണ്ണൂരിലാണ് സമാപനം. ശാസ്ത്ര നാടകങ്ങൾ, സംഗീത ശില്പം, ചൊൽക്കാഴ്ച എന്നിവയാണ് കലാജാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹസൂര്യൻ ഉദിക്കാതിരുന്നാൽ ഭൂമി വെറുമൊരു വെറുപ്പിന്റെ ഗോളം, ശാസ്ത്ര നേട്ടം കൊണ്ട് മനുഷ്യൻ ദീപ്ത പ്രപഞ്ചത്തെ ആസ്പദമാക്കിയ സംഗീതശില്പം വെളിച്ചം, മഴവില്ലിന്റെ കഥ പറയുന്ന ശാസ്ത്രനാടകം വെളിച്ചത്തിന്റെ കിടാങ്ങൾ, ചൊൽക്കാഴ്ച, സംഗീതശില്പമായ അന്തിത്തിരി എന്നിവയാണ് പ്രധാന പരിപാടികൾ. PS ശ്രീദത്ത്, K ആസാദ്, B സ്വാതികൃഷ്ണ, അഭിനന്ദ് കൃഷ്ണ, TT ശ്രീദേവ്, V അഞ്ജന, JP ചേതന, ഋഷിക വിനോദ്, രുക്മ രവീന്ദ്രൻ, ലിഗ്ന സ്നോബി ഫർസാന, VP പാർവതി, S ഋതുൽ, അലൻ പ്രദീപ് എന്നിവരാണ് ജാഥാംഗങ്ങൾ. സുധാകരൻ ചൂലൂർ, ലിനീഷ് നരയംകുളം എന്നിവരാണ് മുഖ്യ പരിശീലകർ. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ അവലംബനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PSLV BSSC പ്രോജക്ട് ഡയറക്ടർ B ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്ലാനറ്റോറിയത്തിൽ നടന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ അവലംബനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ PSLV BSSC പ്രോജക്ട് ഡയറക്ടർ B ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും വിക്ഷേപണ ഉപഗ്രഹങ്ങളെക്കുറിച്ചും അദ്ദേഹം ക്ലാസുകൾ എടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ പ്രൊജക്ട് കോഓർഡിനേറ്റർ VS രാമചന്ദ്രൻ, സ്വദേശി സയൻസ് മൂവ്മെന്റ് സെക്രട്ടറി ജനറൽ ജയപ്രകാശ് RJ, കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്ററിലെ ശാസ്ത്രജ്ഞൻ ജയന്ത് ഗൺഗോപാധ്യായ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യന്റെ കൈകടത്തലുകൊണ്ട് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം പക്ഷികളെ ഫോട്ടോ പ്രദർശനത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് കൊയിലാണ്ടി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകൾ. ഭൂമിയിൽ നിന്നും വേറിട്ട സഞ്ചാരിപ്രാവാണ് പ്രവേശനത്തിൽ വേറിട്ടു നിൽക്കുന്നത്. കൂട്ട വംശനാശത്തിന്റെ ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് സഞ്ചാരിപ്രാവ്. ഏറ്റവും പകിട്ടേറിയ ഉദാഹരണമെന്ന് തന്നെ പറയാം. സഞ്ചാരിപ്രാവിന്റെ വംശനാശത്തിന്റെ 101ാം വാർഷികത്തിൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് സഞ്ചാരിപ്രാവിന്റെ ഓർമ്മയ്ക്ക് എന്ന പേരിൽ കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടക്കുന്ന പക്ഷി ഫോട്ടോ പ്രദർശനം. സഞ്ചാരിപ്രാവിനെ കുറിച്ച് ഇങ്ങനെയാണ് കുറിക്കപ്പെടുന്നത്. ഭൂമിയിലെ ജൈവ പരിണാമത്തിന്റെ 375 കോടി വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വിജയിച്ച പക്ഷിയാണ് സഞ്ചാരിപ്രാവ്. 1810-ൽ അമേരിക്കയിലെ കെന്റിക്കയുടെ ആകാശത്തിലൂടെ പറന്നുപോയ ഒരു കിളിക്കൂട്ടത്തിൽ 223 കോടി സഞ്ചാരിപ്രാവുകളുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് 1910 ആഗസ്റ്റ് ആയപ്പോൾ ഭൂമിയിൽ ഒരൊറ്റ സഞ്ചാരിപ്രാവേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മാർത്ത എന്ന പെൺപിറാവ് 1914 സെപ്റ്റംബർ 1
മാർത്ത മരിച്ചതോടെ ആ പക്ഷിയിനം ഭൂമുഖത്തു നിന്നും മറഞ്ഞു. 1878 പെറ്റോസ്കിയിലെ ഒരൊറ്റ പ്രജ്ഞന കേന്ദ്രത്തിൽ നിന്ന് ഏതാനും ആഴ്ചകൾക്കകം നഗരത്തിലെ മാംസചന്തകളെത്തിയത് 100 കോടി സഞ്ചാരിപ്രാവുകളാണ്. ഈ തോതിലുള്ളവ വേട്ടയും ഒപ്പം വൻതോതിലുള്ള വനനശീകരണവും കൂടിച്ചേർന്നാണ് സഞ്ചാരിപ്രാവിനെ ശതകോടികളിൽ നിന്ന് നൊടിയിട കൊണ്ട് പൂജ്യത്തിലെത്തിച്ചത്. വംശനാശം ജൈവപരിണാമത്തിന്റെ മറ്റൊരു വശമാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ട വംശനാശമാണ്. ഇത്തരത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ പക്ഷികളെ ഫോട്ടോ പ്രദർശനത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് സംഘാടകർ. എന്നാൽ ആറാമത് അതിഭീകരമായ ഒരു വംശനാശത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വംശനാശത്തിന്റെ കാരണമാകട്ടെ മനുഷ്യൻ എന്ന ഒരു ജീവി മാത്രമാണ്. ആൽക്കിളി, കൊമ്പൻ പ്രാപ്പിടിയൻ, ചന്ദരയൻ വേലിത്തത്ത, ചൂളയിരണ്ട, കാക്കമരംകുത്തി, മരതകപ്രാവ്, മോതിരത്തത്ത, പനങ്കാക്ക, നീലപ്പൊന്മാൻ, വയൽക്കണ്ണൻ, വയൽക്കോഴി, ചേരക്കോഴി, വേഴാമ്പൽ തുടങ്ങി വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന 100ലേറെ പക്ഷി വിഭാഗങ്ങളെ ഫോട്ടോ പ്രദർശനത്തിലൂടെ ഇവിടെ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു. കൊയിലാണ്ടി നഗരസഭ, ഗ്രീൻ കമ്മ്യൂൺ കൊയിലാണ്ടി, ദർപ്പണ ഫൈൻ ആർട്സ് സൊസൈറ്റി, ദി മാസ്റ്റർ പുസ്തക ഭവൻ കൊയിലാണ്ടി എന്നിവരാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ആരോഗ്യ സർവകലാശാലയുടെ 2ാം ഇന്റർസോൺ കലോത്സവം ഗുൽമോഹർ 2015 ഒക്ടോബർ 8, 9, 10 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. 8ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന കലോത്സവത്തിൽ 780ഓളം കുട്ടികൾ പങ്കെടുക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ശ്രീ വളയനാട് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന ശ്രീ മാനവേദ സംഗീതോത്സവവും സംഗീതാർച്ചനയും ശക്തിസ്വരൂപിണി പുരസ്കാര സമർപ്പണവും ഒക്ടോബർ 13 വൈകിട്ട് 5 മണിക്ക് തുടക്കമാകും. ഒക്ടോബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് വരെയും 18 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് വരെയുമാണ് സംഗീതാർച്ചന നടക്കുന്നത്. ഒക്ടോബർ 21 ദുർഗാഷ്ടമി ദിവസം നൃത്താർച്ചനയും മഹാനവമി ദിവസം ഹിമാംശു നന്ദയുടെ ബാംസുരി കച്ചേരിയും ഉണ്ടാകും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻലൈറ്റിംഗ് കോൺഫറൻസ് ഒക്ടോബർ 11 ഞായറാഴ്ച വൈകുന്നേരം 4 മുതൽ കോഴിക്കോട് മുക്കത്ത് സലഫി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എൻലൈറ്റിംഗിന്റെ പ്രീ കോൺഫറൻസ് ഒക്ടോബർ 10 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കും. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനെ ദേശീയ തലത്തിൽ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചതായി ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് MN കൃഷ്ണമൂർത്തി IPS വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2015 35ാമത് ദേശീയ ഗെയിംസിൽ ഡെമോൺസ്ട്രേറ്റീവ് ഇവന്റായി അവതരിപ്പിച്ച കളരിപ്പയറ്റ് അടുത്ത നാഷണൽ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി മാറുന്ന അംഗീകാരമാണ് ഇതോടെ കൈവന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാരക രോഗങ്ങളിൽ നിന്നും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മിഷൻ ഇന്ദ്രധനുഷ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് ഒക്ടോബർ 7 തുടക്കമാകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. നാരായണ നായിക് അറിയിച്ചു. ജില്ലാതല ഉദ്ഘാടനം ചെറുവണ്ണൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർവഹിക്കും. ഓരോ മാസവും 7ാം തീയതി മുതൽ 7 പ്രവൃത്തി ദിവസങ്ങളിലാണ് കുത്തിവയ്പ് നൽകുക. സഹകരണ സ്ഥാപനങ്ങളിലെ കലക്ഷൻ ഏജന്റുമാർക്കു വേണ്ടി സർക്കാർ ഇറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് CBDCA കേരള സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഒക്ടോബർ 7 രാവിലെ 10 മണിക്ക് ടൗൺ ഹാളിൽ ആരംഭിക്കും. CBDCA സംസ്ഥാന പ്രസിഡന്റ് K. മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ദിനേശ് പെരുമണ്ണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാപ്പള്ളിയുടെ അന്ധമായ ന്യൂനപക്ഷ വിരോധത്തെ ശക്തമായി എതിർക്കുമെന്ന് MES പ്രസിഡന്റ് PA ഫസൽ ഗഫൂർ. മുന്നോക്കത്തിൽ പിന്നോക്കക്കാർക്കുള്ള സംവരണ കാര്യത്തിൽ വെള്ളാപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും ഫസൽ ഗഫൂർ. ലഭ്യമാകുന്ന ജലം ഉപയോഗപ്രദമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ N. പ്രശാന്ത്. ജലസുരക്ഷ പൊതുപങ്കാളിത്തത്തോടെ എന്ന വിഷയത്തിൽ കോഴിക്കോട് സെമിനാർ നടന്നു. മലയാള ഭാഷയുടെ പ്രചാരണമില്ലാത്തതുകൊണ്ടാണ് മലയാള പുസ്തകങ്ങളുടെ വായന കുറഞ്ഞതെന്ന് കശ്യപ വേദാശ്രമം ആചാര്യൻ MR രാജേഷ്. രാജ്യാന്തര പുസ്തകോത്സവത്തിന് കോഴിക്കോട് തുടക്കം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.